എതിരാളികളെ നിങ്ങൾക്കിനി ധൈര്യമായി ഉറങ്ങാനാകില്ല. കാരണം ദ മൈറ്റി മുംബൈ ഈസ് ബാക്ക്. 3 മാച്ചുകൾ കൊണ്ട് നിങ്ങളിവരെ എഴുതിത്തള്ളിയെങ്കിൽ തെറ്റി. കാരണം ഈ ടീമിന്റെ ചരിത്രം അതാണ്. അതിന്നലെ മനസ്സിലായത് RCBക്ക്. 100% മുംബൈ പ്രൊഡക്റ്റുകൾ ചേർന്നൊരുക്കിയ വിജയമായിരുന്നു കണ്ടത്. വേറിട്ട പെർഫോമൻസോടെ ജസ്പ്രീത് ബുംറ. RCBക്കെതിരെ ആദ്യമായി ഒരു ബോളർ 5 നേടി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 2 5 നേടുന്ന 4ാമത്തെ താരം. RCB 196 നേടിയിട്ടും വാങ്കഡയിലെ കാണികൾ ആശങ്കയിലായിരുന്നില്ല. കാരണം ഈ ഗ്രൗണ്ടിനെ അവർക്ക് നന്നായി അറിയാം. ചേസിൽ വീണ്ടും രോഹിത് കിഷൻ പവർ പ്ലേ ഡോമിനേഷൻ. പവർ പ്ലേ റൺ റേറ്റ് 12. അതിൽ തന്നെ മുംബൈയുടെ ഇന്റൻഷൻ ക്ലിയർ ആയിരുന്നു. സ്കൈയുടെ സാന്നിധ്യം മുംബൈ ഓപ്പണേഴ്സിന്റെ കരുത്ത് ഇരട്ടിയാക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അത് ഇന്നലെയും കണ്ടു. 23 പന്തിലായിരുന്നു കിഷന്റെ 50. അതൊരു സൂചന മാത്രം. ആദ്യ വിക്കറ്റ് വീഴ്ത്തേണ്ടിയിരുന്നില്ല എന്ന് RCB ചിന്തിച്ച നിമിഷങ്ങളായിരുന്നു പിന്നീട്. സൂര്യകുമാർ യാദവ് എറൈവ്ഡ്. ഡൽഹിക്കെതിരെ ഡക്കായ ക്ഷീണം മുഴുവൻ ആ മുഖത്തുണ്ടായിരുന്നു. ആകാശ് ദീപിന്റെ ഓവറിൽ 24 റൺസ് അടിച്ചാണ് ആ ക്ഷീണം സ്കൈ മാറ്റിയത്. ബൗളേഴ്സിനെ കൊണ്ട് മാറ്റി എറിയിച്ചിട്ടും അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായില്ല. ടോപ്ലിക്കും കിട്ടി. ഒരു ഓവറിൽ 3 4-ഉം 1 6-ഉം അടക്കം 18. 10ാം ഓവറിൽ മുംബൈ സ്കോർ 100ലേക്ക്. 12ൽ 150 കടന്നു. എത്ര പന്തുകൾ ബാക്കി നിൽക്കെ എന്നതിൽ നിന്ന് എത്ര ഓവറുകൾ ബാക്കി നിൽക്കെ ജയം എന്നതായി ചോദ്യം. 16ാം ഓവറിലാണ് അതിനുള്ള ഉത്തരം കിട്ടിയത്. 15.3 ഓവറിൽ മുംബൈ 199. 7 വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയവും. പോയിന്റ്സ് ടേബിളിലും വമ്പൻ കുതിപ്പ് മുംബൈ നടത്തി. 5 കളികളിൽ 2 ജയവും 3 തോൽവിയുമടക്കം 4 പോയിന്റ്. നെറ്റ് റൺ റേറ്റ് 0-ന് തൊട്ടരികെ എത്തിക്കാനും ഇന്നലത്തെ ജയത്തോടെയായി. ഇനി എൽ ക്ലാസിക്കോയിലേക്ക്. ഇതിലും വലിയൊരു ഹൈപ്പ് ഇനി ഉണ്ടാകില്ല. എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.